T20 ലോകകപ്പിൽ മുൻ ചാമ്പ്യന്മാരായ ഓസ്ട്രേലിയ നിലനിൽപ്പിനായി പൊരുതുന്നു. ഗ്രൂപ്പ് ഘട്ടത്തിൽ സിംബാബ്വേക്ക് പിന്നാലെ ശ്രീലങ്കയോടും അപ്രതീക്ഷിത പരാജയം ഏറ്റുവാങ്ങിയതോടെ ഓസീസിന്റെ സൂപ്പർ 8 പ്രതീക്ഷകൾ ഇപ്പോൾ വലിയ പ്രതിസന്ധിയിലായിരിക്കുകയാണ്. ലോകകപ്പിലെ ആദ്യ മത്സരത്തിൽ അയർലൻഡിനെ 67 റൺസിന് തകർത്ത് ആധികാരികമായി തുടങ്ങിയ ഓസ്ട്രേലിയക്ക് പിന്നീട് വഴുതുന്ന കാഴ്ചയാണ് കണ്ടത്. രണ്ടാം മത്സരത്തിൽ താരതമ്യേന ദുർബലരായ സിംബാബ്വേയോട് 23 റൺസിന്റെ അവിശ്വസനീയ തോൽവി വഴങ്ങിയ ടീം ശ്രീലങ്കയ്ക്കെതിരെ 8 വിക്കറ്റിന്റെ ദയനീയ പരാജയമാണ് ഏറ്റുവാങ്ങിയത്. ഇതോടെ കളിച്ച 3 മത്സരങ്ങളിൽ നിന്ന് വെറും 2 പോയിന്റ് മാത്രമാണ് ഓസീസിന്റെ സമ്പാദ്യം. മറുഭാഗത്ത് തുടർച്ചയായി 3 വിജയങ്ങളുമായി ശ്രീലങ്ക സൂപ്പർ 8ലേക്ക് യോഗ്യത ഉറപ്പാക്കി കഴിഞ്ഞു. ഗ്രൂപ്പിൽ നിന്ന് ഇനി ഒരു ടീമിന് കൂടി മാത്രമേ അടുത്ത ഘട്ടത്തിലേക്ക് പ്രവേശനമുള്ളൂ. നിലവിൽ 2 മത്സരങ്ങളിൽ നിന്ന് 4 പോയിന്റുള്ള സിംബാബ്വേയാണ് രണ്ടാം സ്ഥാനത്ത്. ഓസ്ട്രേലിയയ്ക്കും അയർലൻഡിനും 2 പോയിന്റ് വീതമാണ് ഉള്ളത്. ഒമാൻ ഇതിനോടകം തന്നെ ടൂർണമെന്റിൽ നിന്ന് പുറത്തായി കഴിഞ്ഞു. ഓസ്ട്രേലിയയുടെ സെമി സാധ്യതകൾ ഇപ്പോൾ പൂർണ്ണമായും സിംബാബ്വേയുടെ പ്രകടനത്തെ ആശ്രയിച്ചാണ്. ഇന്ന് നടക്കുന്ന മത്സരത്തിൽ സിംബാബ്വെ അയർലൻഡിനെ തോൽപ്പിച്ചാൽ ഓസ്ട്രേലിയയുടെ ലോകകപ്പ് മോഹങ്ങൾ അവിടെ അവസാനിക്കും. ഓസീസിന് ഇനി സൂപ്പർ 8 എത്തണമെങ്കിൽ സിംബാബ്വെ തങ്ങളുടെ അടുത്ത 2 മത്സരങ്ങളിലും പരാജയപ്പെടണം. അതിനോടൊപ്പം തന്നെ തങ്ങളുടെ അവസാന മത്സരത്തിൽ ഒമാനെ വലിയ മാർജിനിൽ പരാജയപ്പെടുത്തി നെറ്റ് റൺ റേറ്റ് ഉയർത്താനും ഓസ്ട്രേലിയയ്ക്ക് സാധിക്കണം. ചുരുക്കത്തിൽ സ്വന്തം വിജയത്തേക്കാൾ ഉപരി സിംബാബ്വേയുടെ തോൽവിക്കായി പ്രാർത്ഥിക്കേണ്ട അവസ്ഥയിലാണ് നിലവിൽ മഞ്ഞപ്പട.